ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും സൗഹൃദവും കാണണമെങ്കിൽ പാലക്കാട് എരുമയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലേക്ക് പോകണം. ഇവിടെ മത്സരം ചേട്ടാനുജന്മാരുടെ ഭാര്യമാർ തമ്മിലാണ്. എരുമയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. ഈ വാർഡിൽ വളരെ വാശിയേറിയ രസകരമായൊരു മത്സരം നടക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, ഇതിലെ LDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട്, റസീന റസാക്ക്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മത്സരം? എങ്ങനെയാണ്? ഞാനൊരു LDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ വർഷങ്ങളായി കുടുംബശ്രീയിൽ 25 വർഷമായി കുടുംബശ്രീയിൽ വന്നിട്ട്. അങ്ങനെ ആദ്യം പഞ്ചായത്ത് മെമ്പറായി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി. ബ്ലോക്കിൽ ഒന്നുമല്ലാത്ത വേറൊരു വലിയ പ്രത്യേകത ഇവിടെ എതിർ സ്ഥാനാർത്ഥി നിങ്ങളും തമ്മിലുണ്ടെന്ന് അറിഞ്ഞാലേ. അത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ തന്നെയാണ്, ഇളയശ്ശി തന്നെയാണ്, ഞങ്ങൾ ഫാമിലിയാണ്, നല്ല ബന്ധു തന്നെയാണ്. നമുക്ക് അതിൽ രാഷ്ട്രീയ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ല ബന്ധുവാണ്, കുടുംബത്തിലും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് റസീന റസാക്കിന്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയാണ് എതിർ സ്ഥാനാർത്ഥി. അതായത് എരുമയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വേണമെങ്കിൽ ഒരു നാത്തൂൻ പോരാണെന്ന് പറയാം. ഇവർ രണ്ടുപേരുമാണ് സ്ഥാനാർത്ഥികൾ, നാത്തൂന്മാരാണ്. എങ്ങനെയാണ് നാത്തൂന്മാര് തമ്മിൽ മത്സരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഞങ്ങളല്ല, ഇളയശ്ശിമാരാണ്, ഏടത്തി അനിയത്തിമാരാണ് ഞങ്ങൾക്ക് വലിയ ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ രണ്ട് രാഷ്ട്രീയത്തിൽ നിന്നു, അത്രേ ഉള്ളൂ. ബന്ധുക്കളായതുകൊണ്ടേ പോരാട്ടത്തിന്റെ വാശിയൊക്കെ കുറയും. ഞങ്ങള് ഏട്ടന്റെ അനിയന്റെയും ഭാര്യമാരാണ്. ഞങ്ങൾക്ക് ഇതിനെതിരെ ഞങ്ങൾ തമ്മിൽ ഒരു മത്സരവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരം മാത്രമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. പലർക്കും ഇങ്ങനെ ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അത്ഭുതം തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറ്റുമോ? നമുക്ക് രണ്ട് രാഷ്ട്രീയത്തിൽ നിന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അല്ലേ? അല്ല, നമ്മുടെ രാഷ്ട്രീയമാണ് അത്, നമ്മളെ ബന്ധത്തിൽ കൊണ്ട് ഇതാവാൻ പോകുന്നില്ല. ഈ അടുത്ത് രണ്ടുപേർക്കും വിരുദ്ധാഭിപ്രായം ഉണ്ടാവാനുള്ള ഒരു ചോദ്യമാണ്, ആര് ജയിക്കും? ജനങ്ങൾക്ക് ഏത് രാഷ്ട്രീയം വേണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു മത്സരം ഞങ്ങൾ തമ്മിൽ ഇല്ലാത്തതുകൊണ്ട് താത്ത ജയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് എനിക്കൊരു സന്തോഷം തന്നെയാണ്. ഞാൻ പരാജയപ്പെട്ടാലും താത്തയല്ലേ അവിടെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആര് ജയിച്ചാലും സന്തോഷമാണ്. കുടുംബം രാഷ്ട്രീയം ജയിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. ജനാധിപത്യത്തിന്റെ വലിയ സൗന്ദര്യമുണ്ട്, നമ്മുടെ രാഷ്ട്രീയമുണ്ട്, നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ആ അഭിപ്രായങ്ങൾക്കിടയിലൊക്കെ നമ്മളെ കൂട്ടിയിണക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളായി ചേർന്ന് യോജിച്ച് പ്രവർത്തിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എരുമയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ്.